എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്നുള്ളത് പീരുമേഡ് ക്ലബ്ബിലാണ്. 1925 ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച പീരുമേഡ് ക്ലബ്ബ്. അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന പീരുമേഡ് ക്ലബ്ബ് ഒരുപാട് കൗതുകങ്ങൾ നമുക്കായി കാത്തുവച്ചിട്ടുണ്ട്. ഇതാണ് സെൽവരാജ് അണ്ണൻ. ഇദ്ദേഹമാണ് ഈ ക്ലബ്ബ് ഷൂട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി തന്നത്. ഇദ്ദേഹം വെള്ളം എന്നൊരു പേരിൽ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ഷോർട്ട് ഫിലിമാണ്. എല്ലാവരും കാണണം, പ്രോത്സാഹിപ്പിക്കണം. രണ്ട് ദിവസമായിട്ടാണ് ഈ ക്ലബിന്റെ ഭാഗങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തത്. സെൽവരാജ് എന്ന ഇദ്ദേഹമാണ് ഈ ക്ലബിൻ്റെ ഇപ്പോഴത്തെ സൂക്ഷിപ്പുകാരൻ. ക്ലബിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഇപ്പോഴത്തെ പ്രവർത്തന രീതികളെക്കുറിച്ചും നമുക്ക് വേണ്ടി വിശദീകരണം നൽകും. എൻ്റെ പേര് സെൽവരാജ്. ഞാൻ എസ്റ്റേറ്റിലെ സൂപ്പർവൈസറായിരുന്നു. കാടമം, പിന്നെ പ്ലക്കിങ് എല്ലാം അറിയാം. ഞാൻ റിട്ടയർഡായി. പിന്നെ ഞാൻ സ്പോർട്സിന് വേണ്ടി ചെസ്സും ബില്ലിയാർഡ്സും എല്ലാം അറിയാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വയസ്സും 70-75 ഇത് ക്ലബിന് വേണ്ടി അന്നത്തെ ഓരോ കമ്പനിയും സ്പോൺസർ കൊടുത്ത സ്ഥലങ്ങളുണ്ട്. 100-110 ഏക്കർ. അന്ന് ബ്രിട്ടീഷുകാരായിരുന്നു എല്ലാം. അവർ 73 വരെ ഉണ്ടായിരുന്നു. അവർ പോയി. പിന്നെ നമ്മുടെ ഇന്ത്യക്കാർ വന്ന് ക്ലബും പോയി. എല്ലാം കൂടെ മോശമായി പോയി. ആർക്കും നോട്ടമില്ല. അതുപോലെ കിടക്കുക. ഇപ്പോൾ എത്ര ഏക്കർ സ്ഥലമുണ്ട്? ഇപ്പോൾ ഒരു 50 ഏക്കർ ഗോൾഫ് കോഴ്സും വീട് ഒരു 5 ഏക്കറുണ്ട്. ഈ കെട്ടിടത്തെ ചേർന്ന് 2-3 ടെന്നീസ് കോർട്ടുണ്ട്. 3 ടെന്നീസ് കോർട്ടുണ്ട്. ഇന്ത്യയിലെ 2ാം സ്ഥാനത്ത്. ഫസ്റ്റിലെ കൽക്കട്ട 2 ഇപ്പം ഇന്ത്യയിലെ ഈ സെക്കൻഡ്. അത് അന്നത്തെ മല ഏരിയ ആയിരുന്നു. അത് 9 ഹോളുണ്ട്. 9 അല്ല 10 ഹോളുണ്ട്. അത് 18 ഹോള് ഇതാ. ടീ ആപ്പ് കുറച്ച് വ്യത്യാസമുണ്ട്. സെക്കൻഡ് ഹോള് ഫസ്റ്റ് 18 ഹോള് ടീ, സെക്കൻഡ് ഹോളാകുമ്പോൾ ടീ ആപ്പ് കുറച്ച് വ്യത്യാസം. അന്ന് ശനിയാഴ്ചയായി ഞായറാഴ്ച ആകുമ്പോൾ എങ്ങനെ കളിക്കാൻ 10-30 പേരും ഗോൾ കളിക്കാൻ പോകും. ശനി ഞായർ. പിന്നെ കൊടൈക്കനാൽ, ഊട്ടി, മൂന്നാർ, ആശ്രയിലേക്ക് ലെവൽ പ്ലേസാണ്. ഇത് ഒരു ഹോള് എന്ന് പറഞ്ഞാൽ എല്ലാം കുന്നുകളുടെ മേളിൽ നല്ലൊരിതായിരുന്നു. സായിപ്പ്മാർ പോയി. പിന്നെ സ്പോർട്സിൻ്റെ ഇതൊക്കെ പോയി. നമ്മുടെ ഇപ്പോഴത്തെ മെമ്പർഷിപ്പിന് ഇൻസ്റ്റേഷൻ മെമ്പർ ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് 50,000, പുറത്തുള്ളവർ 1,00,000. എനിക്ക് ഒരാൾക്ക് ഒരു ദിവസം വരണമെന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് മെമ്പർ ആണെങ്കിൽ ഒരാളെ കൊണ്ടുവരാം. നിങ്ങൾ മെമ്പർ ആണെങ്കിൽ ഒരാളെ കൊണ്ടുവരാം ഒരു ദിവസം. പിന്നെ അതില്ലാതെ അനുവദിക്കത്തില്ല. പിന്നെ വരുന്നവർക്ക് നമുക്ക് ഒരു ഫ്രണ്ട് കൊണ്ട് ചിലപ്പോൾ കാണിച്ചു വിടും. ഇത്രയേ ഉള്ളൂ. ഗോൾഫ് കളിക്കൊക്കെ പോകാറുണ്ടായിരുന്നോ? അതെ, ഞാനൊരു 8-9 വയസ്സിൽ ഇവിടെ പൊടിയൻസാണ്. അന്ന് സായിപ്പ്മാർക്ക് ഒരു സായിപ്പിന് 2 പൊടിയൻസ്. ഒരുത്തന് ബാക്ക് എടുക്കാനോ ഒരുത്തന് ഫ്രണ്ട് നിൽക്കും. ശനിയാഴ്ച ആകുമ്പോൾ എങ്ങനെ നോക്കിയാലും 10-25 പേർ കളിക്കും. അങ്ങനെ അന്ന് 9 ഗോൾ കളിക്കും. പിന്നെ ഞായറാഴ്ച ഇതുപോലെ ഒരു 9 ഗോൾ കളിക്കും. അവർ പൈസ തരുമോ അതോ? അതെ, അന്ന് പൈസ ആർക്കും കൊടുക്കത്തില്ല. എല്ലാം വൗച്ചറാണ്. മാസത്തിൽ ഒന്നേ ഉള്ളൂ. പൈസയുടെ കാര്യമേ നമുക്ക് പറ്റില്ല. പിന്നെ അവർ ഗിഫ്റ്റ് തരും. ഇത് ചിലപ്പോൾ ഇവിടെ വന്ന് കളിച്ച് കഴിഞ്ഞ് അവർ ഗിഫ്റ്റ് കൊടുക്കും. അതേ ഉള്ളൂ. പിന്നെ മാസത്തിൽ ഒന്നേ ശമ്പളം തരത്തുള്ളൂ. ഒരു 10 സംഭവമായിരുന്നു. ചെറുതായിരിക്കുമ്പോഴേക്ക് എത്ര രൂപ ശമ്പളം ഉണ്ടായിരുന്നു? ചെറുതാന്ന് പറഞ്ഞാൽ അന്ന് അണാകണക്കാണ്. ഈ ഇതുകൊണ്ട് തുട്ട് അത് കഴിഞ്ഞ് അണാകണക്കാൻ മാറ്റിയായിരുന്നു. 1 രൂപ 2 രൂപ ഇങ്ങനെയായിരുന്നു. 75 പൈസ 1 രൂപ. അത് അണാന്ന് ഇതല്ല. ഈ 1 പൈസ കാര്യമില്ല. അന്നത്തെ തുട്ട് വന്നിട്ട് ഒരു വട്ടത്തിലുള്ളതാണ്. ചെമ്പിലുള്ളതായിരുന്നു. അങ്ങനെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ചാപ്പാടും കാര്യങ്ങളും അവരെല്ലാം ഇവിടെ തന്നെ ചെയ്ത് കൊണ്ടുവരും. നല്ലൊരു ഇടവായിരുന്നു. ഓക്കെ. കൺട്രി സ്റ്റൈലിൽ വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഗ്ലാസ് പാനലിംഗ് ചെയ്തിരിക്കുന്ന നീളൻ ജനാലകൾ അർദ്ധവൃത്താകൃതിയിലുള്ള ഭൂമുഖത്തിന് മാറ്റുകൂട്ടുന്നു.
പോളിഷ് ചെയ്ത കരിങ്കൽ ഭിത്തികൾ ഇതിൻ്റെ അകത്തളങ്ങളെ മനോഹരമാക്കുന്നു. ടേബിൾ ടെന്നീസ് അതിന് നേരെ മുകളിലായി ഒരു കാട്ടുപോത്തിൻ്റെ തല സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഗ്ലാസ് ഹോൾഡറോട് കൂടിയ ആംറസ്റ്റ് ഉള്ള കസേര ഇവിടെ കണ്ടു. മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്ന തരത്തിലുള്ള ഡ്രസ്സിംഗ് ടേബിൾ. വൈദ്യുത ആഗമന നിർഗമന നിയന്ത്രണ യന്ത്രം, സ്വിച്ച്. തേക്കിൻ പലകയിൽ തീർത്തിരിക്കുന്ന ഉടൻ സീലിംഗ്. ഇത് ഒറിജിനൽ സാധനമാണ്. അന്ന് ഈ സായിപ്പ്മാരുള്ളപ്പോൾ അവമ്പർ വെടിവെച്ച് ഇവിടുന്ന് ബാമ്പയ്ക്ക് അയക്കും. അതായത് 10-80 വർഷം മുമ്പ് അവർ അവിടുന്ന് ടപ്പ് ചെയ്ത് തിരുമ്പ് കൊണ്ട് ഇവിടെ എല്ലാ ബംഗ്ലായുണ്ട്. ഇതുപോലെ ഈ ഏരിയ മുഴുവൻ ബംഗ്ലായിൽ ഇതുപോലത്തെ അനിമലുണ്ട്. ഇത് ഇപ്പം ഉണ്ട് നിലവിൽ. ഇപ്പം മഴയെ കണ്ട് വരത്തില്ല. ഈ മുട്ടപ്പുറത്തിലൊക്കെ ഇതുണ്ട്. അന്ന് അവർക്ക് ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്യാനും തിന്നാനും എല്ലാം കൂടെ സാധനമായിരുന്നു. ഇപ്പോൾ ഇത് ആർക്കും ആവശ്യമില്ല. ഇത് പ്രസൻറ്റ് ബൈ CH റോബിഷ് എന്ന് പറയുന്ന ഒരു സായിപ്പ. പുള്ളി ഫെയർവെൽഡ് ഡിവിഷനിൽ താമസിച്ച ആളാണ്. പുള്ളി ചെയ്ത ഇതൊക്കെ അങ്ങനെ ഉണ്ട്. ഈ പുലി ഇവിടെ ഉണ്ട്, ചിറുത്തമുണ്ട്. ഇതും ഈ സാധനവും പുള്ളി തന്നെ പ്രസൻറ്റ് ബൈ CH റോബിഷ് എന്ന് പറയുന്ന സായിപ്പ. അന്ന് അവരുടെ പഠനങ്ങളായിരുന്നു. അമ്മമാർ ഇതൊക്കെ വെടിവെച്ച് ഇത് ബാമ്പയ്ക്ക് അയച്ച് അവിടെ നിന്ന് ടപ്പ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇത് ഇപ്പം ഇവിടെ ഇല്ല. ഒരു 70-ന് മുമ്പ് ഉണ്ടായിരുന്നു. കടുവ ഉണ്ടായിരുന്നു, പുലി ഉണ്ടായിരുന്നു, പല മൃഗങ്ങൾ ഈ ഏരിയയിലുണ്ടായിരുന്നു. ഇപ്പം എല്ലാം തേക്കടി പോകണം.
ഓറഞ്ച് യെല്ലോ ഈ വൈറ്റ് വീണാൽ ബ്ലൂവിൻ്റെ ഒപ്പം പറയും. പിങ്ക് എല്ലാ ഹോളിലും ഇടാം. അത് 6 പോയിൻ്റ്. അത് 6 പോയിൻ്റ് എല്ലാം ഉണ്ട്. ബ്ലാക്ക് ആ ടോപ്പ് മാത്രം 2 ഹോള്, അത് 7 പോയിൻ്റ്. അത് റെഡ് വന്നിട്ട് 21. എല്ലാ ഹോളിലും ഇടാം. മിസ് പറഞ്ഞാൽ -21. അപ്പോൾ കളിക്കുമ്പോൾ 4 പേര് കളിക്കാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ ടേൺ. ഞാൻ അടിക്കുന്നത് ബ്ലാക്കിലടിക്കും. അപ്പോൾ എൻ്റെ തീർന്നു. അപ്പോൾ അടുത്ത ആൾ കളിക്കുക. അങ്ങനെ 250 പോയിൻ്റ് നോക്കിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ റൗണ്ടിൽ ചുറ്റി 250 പോയിൻ്റ് ആകുമ്പോൾ ഒരു ഗെയിം. ചിലപ്പോൾ 1000 രൂപ 500 രൂപ ബെറ്റ് അടിക്കും 4 പേര്. 5 സൈസ് ഉണ്ട് ഈ ബില്ലിയാർഡ്സിൽ. ഇത് പിന്നെ സമയം അവർക്ക് പോകണം, വെള്ളം അടിക്കണം, വരും. സായിമാരുടെ കാലത്തില്ല. ഇപ്പോൾ ഇതിലൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് ഇതൊന്നും ആവശ്യമില്ല. അപ്പം ക്യാരം ബോർഡ് തന്നെ ഇത് സെയിം. കളിക്കുമ്പോൾ മാത്രം നമ്മുടെ കയ്യിലെ ഒരു നിപ്പും കാര്യങ്ങളും ശരിയായിരിക്കണം, അല്ലേ പന്ത് കിട്ടത്തില്ല. അപ്പോൾ അതിന് നല്ല കളിയാണെങ്കിൽ 6 മണിക്കൂറും 10 മണിക്കൂർ കൊണ്ട് ഒരു ഗെയിം തീരും. അത് നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി ലേഡീസൊക്കെ ചെയറൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഇരിക്കും. പിന്നെ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അകത്ത് മധുപാട്ട് എന്ന് പറഞ്ഞാൽ വയ്ക്കാൻ സ്ഥലം കാണത്തില്ല. അത് വല്ലതും ക്ലബ്ബായിരുന്നു. അപ്പോൾ ഞാനിതൊരു കോച്ചറാ എന്നാ എല്ലാവരും പറഞ്ഞു കൊടുക്കും, പോയിക്കൊണ്ടിരിക്കുക. ഇത് സ്കോർ ബോർഡ്. ഇത് 250 പോയിൻ്റ് ആകുമ്പോൾ ഇതിന് മാർക്ക് ഇടും. ഇപ്പം 100 പോയിൻ്റ് 200 അപ്പോൾ മാറി ഇത് സാധനം കിടക്കാനും പിടിക്കാനും നമ്പറുണ്ട്. 100 വരെ ഉണ്ട് ഇതിൻ്റെ പോയിൻ്റ്. 4 പേര് കളിക്കുകയാണെങ്കിൽ പോയിൻ്റ് പിടിക്കുക. 100 ആകുമ്പോൾ ഇവിടെ 100 പിടിക്കുക. അങ്ങനെ 4 പേര് കളിക്കാനുള്ള ഒരു ബോർഡാണ്. അതെല്ലാം ഉണ്ട്. ഈ പന്തിൻ്റെ കളർ ഇതിലുണ്ട്. വൈറ്റ്, റെഡ്, യെല്ലോ, ഗ്രീന്, ബ്രൗണും ബ്ലൂ. ഇതിവിടെ ഉള്ളതാണ്. അപ്പം അവിടെ 2 പേർക്കുണ്ട്. 4 പേര് കളിക്കാം. ഇതിന് എന്ത് വില വരും? ഇത് 10-12,000 കോൺ സെറ്റ് ചേർക്കുമ്പോൾ ഒരു സെറ്റിന് 12,000 രൂപ. ഒരു സെറ്റ് ഇത്ര എണ്ണമാണോ? ഇതിന് വേറെ ഉണ്ട്. ഒരു 21 ബോൾ കൂടെ ഉണ്ട്. മൊത്തം എത്ര ബോൾ വരും? മൊത്തം 28 ബോളുണ്ട്. മൊത്തം 28 ബോൾ വരും അല്ലേ? 28 ബോളിന് 12,000 രൂപ. തുണി തേക്കുന്നത് ചൂടാക്കിയിട്ട് ഇത് തേച്ചിട്ട് തേക്കാനുള്ളതാണ്. ശരി ശരി. തണുപ്പ് സമയത്തിൽ ഇതിട്ടിട്ട് തേക്കാൻ വേണ്ടി. അതെ അതെ. ഇത് ബോക്സും ഉണ്ട്. ഇതിൻ്റെ അടിക്ക് തകരമുണ്ട്. അതിപ്പോൾ ഇല്ല. അതിന് വെച്ചിട്ട് ചൂടാക്കിയിട്ട് നേരെ ഇളക്കാനുള്ള ഒരു സാധനമായിരുന്നു. നമ്മൾ തുണി തേക്കുന്നുണ്ടല്ലോ, അതുപോലത്തെ സാധനം. അടപ്പെന്ന് പറയുന്നത്. But I'm so frustrated. Hello to my loneliness. I guess that ignorance is bliss. Take me back to before I knew. Rewind, take it out of cue. Innocence can be a young man's game. Signed up for the hall of shame. I wish I knew how much I miss. Out, but the sky is gray. What would happen if I took a chance? It's always hard at first glance. I don't wanna, but I know I gotta do it. The truth is hard to swallow. I think I'll chew it.
ദൂരെ കാണുന്നത് ഏലപ്പാറയിൽ നിന്നും വാഗമണ്ണിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന പള്ളിയാണ്. അഖിലാണ് ഇന്ന് എൻ്റെ കൂടെ എനിക്കൊരു സഹായമായിട്ട് വന്നിട്ടുള്ളത്. ഇത് സ്റ്റാർബെറി, എല്ലാവരും സുരക്ഷിതരായിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.